ഹലോ, വെൽക്കം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ പിണ്ടിത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിണ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വാഴയുടെ തണ്ട്. വേണ്ടി കാണുന്നതാണ്. അപ്പോൾ കുറച്ച് പിണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ തോരൻ വെക്കാം എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം നാരുള്ള ഭക്ഷണമാണ്, വട്ടത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നാര് നമ്മുടെ വിരലിൽ ചുറ്റി ചുറ്റി വരും. പിന്നെ കൊത്തിപ്പൊടിച്ച് ഇങ്ങനെ അരിയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. തോരനായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അരിയുന്നത്. ഇത് പിണ്ടി രസം വെക്കാൻ, പിണ്ടി തോരൻ വെക്കാൻ ഒക്കെ ഉപയോഗിക്കും. സൂപ്പ് ഉണ്ടാക്കും. പിണ്ടി സൂപ്പ് ഉണ്ടാക്കും, തേങ്ങാപ്പാലൊക്കെ ചേർത്ത്. നല്ലതാണ്, ഫൈബർ കണ്ടൻറ്റ് നല്ലപോലുള്ള ഫുഡാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് വറക്കുക. കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ഇത് കൂടാതെ കുറച്ച് ഉഴുന്ന് പരിപ്പ്. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉഴുന്ന് പരിപ്പ് കൂടുതലോ കുറച്ചോ എടുക്കാം. ഞാൻ ഒരു ലേശം കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു പിടി നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒന്ന് മൂത്ത് വരട്ടെ. ചുമക്ക മൂക്കണം. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് കഴുകി വെള്ളം തോത്തി വെച്ചിരിക്കുന്ന പിണ്ടി എടുത്ത് ഇതിലോട്ടിടാം. ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ നിന്ന് തന്നെ ഉള്ള നീര് കൊണ്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിനുള്ള തേങ്ങ ഒരു 3-4 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി. കൊച്ചു വെളുത്തുള്ളി ആയതുകൊണ്ട് 2-3 അല്ലി എടുത്തത്. പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ, എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി. ഇത്ര ഒന്ന് കറക്കി എടുത്താൽ മതി. പിന്നെ നമുക്ക് തോരനകത്ത് അരപ്പ് വെച്ച് പിന്നെ അടച്ച് വെച്ച് വേവിക്കാം. തോരനെ ഒന്ന് വേകണമല്ലോ. കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഇളക്കി വൃത്തിയായിട്ട് യോജിപ്പിക്കാം. ഈർപ്പം മാറ്റി വെള്ളം തോത്തി എടുക്കണം. ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പിണ്ടിത്തോരൻ റെഡിയായിട്ടുണ്ട്. പിണ്ടി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. അത് കുടൽ വൃത്തിയാകാനും ഡൈജഷനും കോൺസ്റ്റിപ്പേഷനും ഉള്ളവർക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ പിണ്ടി ഏത് രീതിയിലായാലും ഉപയോഗിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.